ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ആ ഒരു ഇരുമ്പിന്റെ കമ്പിക്കുള്ളിൽ ഒരു പൂച്ചക്കുട്ടിയെ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു പൂച്ച ഉണ്ടായിരുന്നു. അമ്മൂസ് അതിനെ മിത്തുപൂച്ച എന്നാണ് വിളിച്ചിരുന്നത്. അവളാണെങ്കിൽ അതിനെ കൊഞ്ചിച്ച് അങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ പാവം അത് ചത്തുപോയി. ഇത് നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്നതൊന്നും അല്ല കേട്ടോ. ഇതുപോലെ തന്നെ പുറത്തൂടെ നടക്കുന്നതിനെ അവൾ കൊഞ്ചിച്ച് നടന്നുകൊണ്ടിരുന്നതാണ്. മിത്തുപൂച്ച ചത്തുപോയ ശേഷമാണ് ഈ ഒരു പൂച്ചക്കുട്ടിയെ അവൾ കണ്ടുപിടിച്ചത്. ഈ ഒരു പൂച്ചക്കുട്ടിയെ കാണാനും മിത്തുപൂച്ചയെ പോലെ തന്നെ ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല ആ ഒരു മിത്തുപൂച്ചയെ. ഇതിനെ കാണാൻ മിത്തുപൂച്ചയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, നമുക്കിതിന് മിത്തുപൂച്ച 2.0 എന്ന് പേരിടാന്ന്. ഇതുപോലെ തന്നെ ഇനിയൊരു പൂച്ചയും കൂടെ ഉണ്ട് കേട്ടോ. കാണാനൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കും. അതിനെ നമ്മൾ കാത്തുവെന്നും പേരിട്ടു. ഇവിടെ വന്ന ശേഷം കുഞ്ചൂസിനും അമ്മൂസിന്റെ കൂടെ കൂടിയിട്ട് അവളുടെ പൂച്ചപ്രാന്ത് വന്നു. ഇവരുടെ രണ്ടുപേരുടെയും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ദിവസത്തിന്റെ 3/4 ഭാഗവും ഈ പൂച്ചയെ കൊഞ്ചിച്ച് നടക്കുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ ഇനിയൊരു പൂച്ചക്കുട്ടി കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അമ്മൂസ് ആണെങ്കിൽ കുഞ്ചൂസിന്റെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ ഈ കാത്തുപൂച്ചേനെ കൊണ്ടുപോയിക്കോ, മിത്തുപൂച്ചേനെ ഞാനിവിടെ വളർത്തിക്കോളാന്ന്. എന്നിട്ടാണെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നു, മേമ കൊണ്ടുപോയിക്കോ, ഒരു പൂച്ചേനെ മേമ കൊണ്ടുപോയിക്കോ എന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന്. എന്നിട്ട് ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചെന്നൈക്ക് ഈ പൂച്ചക്കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. പൂച്ചക്കുട്ടിയെ കാണാൻ ഞാൻ ടെറസിന്റെ മേലെ കയറിയപ്പോൾ എന്നാ പിന്നെ അമ്മയുടെ ടെറസിലുള്ള കൃഷിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് വിചാരിച്ചു. പച്ചമുളക്, ചീര, വഴുതനങ്ങ, തക്കാളി, പടവലങ്ങ, കൈപ്പക്ക എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ വേറെയും കുറെ ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട്. എല്ലാത്തിന്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഈ ഒരു പുല്ല് പോലെയുള്ള ചെടി ഞാൻ ലാസ്റ്റ് ടൈമും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കുന്ന രാമച്ചാണ് കേട്ടോ ഇത്. അവിടെ പുറത്ത് പറമ്പിലായിട്ട് കാണുന്ന ആ ഒരു മരം കണ്ടോ? അത് കുറെ കാലം മുമ്പ് ഞങ്ങൾ എവിടെ നിന്നോ ആപ്പിളിന്റെ തൈയാണെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. അത് വളർന്ന് വലിയ മരമായി. പക്ഷെ മരമായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ആപ്പിളിന്റെ മരമൊന്നും ആയിരുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്തിന്റെ മരമാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതിലിടയ്ക്ക് പൂവുണ്ടാവും, പക്ഷെ കായ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്തിന്റെ മരമാണെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ആപ്പിളിന്റെ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. ഈ ചാക്കിലായിട്ട് കാണുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അതിന്റെ കൂടെ ഉള്ളത് നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കിയാർനെല്ലിയുടെ ചെടിയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ മുമ്പൊക്കെ വെളിച്ചെണ്ണ കാച്ചാനായിട്ട് യൂസ് ചെയ്തിരുന്ന കഞ്ഞുണ്ണിയാണ് കേട്ടോ. ഇതിന് കയ്യോന്നിയെന്നും പറയും. ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കാച്ചാറുണ്ടോന്ന് എനിക്കറിയില്ല. മുമ്പൊക്കെ അമ്മ ഇത് അരച്ച് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് കാച്ചിയെടുക്കാറുണ്ടായിരുന്നു. ആ ഒരു എണ്ണയായിരുന്നു ഞാനൊക്കെ തലയിൽ തേക്കാൻ എടുക്കാറുണ്ടായിരുന്നത്. എല്ലാ തവണയും നമ്മൾ ചെല്ലുമ്പോൾ കാണാറുള്ള അതിഥി ഇത്തവണയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ പുള്ളി തെങ്ങിന്റെ മേലെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു ഉടുമ്പ് ഡെയിലി വരുന്നതാണ് കേട്ടോ. അവിടെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമുണ്ട്. അതിൽ പുഴുക്കൾ ഉണ്ടാവും. അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.